നമസ്കാരം. സ്വകാര്യ ജെറ്റിൽ യുഎയിൽ ഇന്ധനം നിറയ്ക്കാനായി എത്തിയ സംഘാംഗങ്ങളെ ആയുധ ഇടപാടിന്റെ പേരിൽ പിടികൂടി. അനധികൃത ആയുധ ഇടപാടുകൾക്കാണ് സംഘം സ്ഥലത്തെത്തിയത്. ജെറ്റിൽ നടത്തിയ പരിശോധനയിലാണ് ഇവരെ അറസ്റ്റ് ചെയ്തതെന്ന് യുഎഇ അറ്റോർണി ജനറൽ ഡോക്ടർ ഹമദ് സെയ്ഫ് അൽ ഷംസി വ്യക്തമാക്കി. പരിശോധനകളിൽ ലക്ഷക്കണക്കിന് ഡോളർ മൂല്യമുള്ള ഗോറിയുനോവ് എന്ന വെടിമരുന്നും കണ്ടെത്തി. മുൻ ഇന്റലിജൻസ് തലവൻ സലാ ഘോഷ്, ജനറൽ അബ്ദുൽ ഫത്താഹ് അൽ ബുർഹാനുമായി അടുപ്പമുള്ള രാഷ്ട്രീയ വ്യക്തി, സുഡാനിലെ മുതിർന്ന സൈനിക നേതാക്കൾ, സുഡാനിലെ ബിസിനസ്സുകാർ എന്നിവരുമായി അറസ്റ്റിലായവർക്ക് ബന്ധമുണ്ടെന്ന് അന്വേഷണത്തിൽ വ്യക്തമായതായി അൽ ഷംസി പറയുന്നു. ആയുധ ഇടപാടുമായി ബന്ധപ്പെട്ട കരാറുകളുടെ പകർപ്പുകൾ, വ്യാജ ഷിപ്പിംഗ് രേഖകൾ, അംഗങ്ങൾക്കിടയിൽ കൈമാറ്റം ചെയ്യപ്പെട്ട ഓഡിയോ റെക്കോർഡിംഗുകൾ, സന്ദേശങ്ങൾ എന്നിവയും അധികൃതർ പിടിച്ചെടുത്തു. US ഉപരോധങ്ങളുടെ കീഴിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന യുഎയിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനി ഉൾപ്പെടെ സുഡാനീസ് യുക്രൈൻ ബിസിനസ്സുകാരുടെ ഉടമസ്ഥതയിലുള്ള ഒട്ടേറെ കമ്പനികൾ ഈ ഇടപാടുമായി ബന്ധപ്പെട്ടിരിക്കുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. സംഭവത്തിൽ പബ്ലിക് പ്രോസിക്യൂഷൻ അന്വേഷണം ആരംഭിച്ചു. സംശയിക്കപ്പെടുന്നവർക്കെതിരെ അടിയന്തര വിചാരണ നടത്തും. ദശലക്ഷക്കണക്കിന് ഡോളർ വിലമതിക്കുന്ന കലോനിഷ്കോവ് റൈഫിളുകൾ, വെടിമരുന്ന്, മെഷീൻ ഗൺ, ഗ്രനേഡുകൾ എന്നിവ ഉൾപ്പെടുന്ന ആയുധ ഇടപാടിൽ ഹവാലഡാർ ട്രാൻസ്ഫർ രീതി ഉപയോഗിച്ചാണ് സുഡാൻ സൈന്യത്തിൽ നിന്നും യുഎയിലെ ഒരു ഇറക്കുമതി കമ്പനിയിലേക്ക് ആയുധങ്ങൾ മാറ്റിയിരിക്കുന്നത്.